ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയും മീരയും ജെന്നിഫറും ആയിഷയും കൂടി ഓടിച്ചെല്ലുന്നത് ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിച്ചെല്ലുന്നത് കൈലാസിന്റെയും PKR സാറിന്റെയും അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും കൈലാസും PKR സാറും രക്ഷപ്പെടുത്താൻ കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കമ്പനിയുടെ പേര് കൂടി കേട്ടപ്പോൾ കൈലാസും PKR സാറും അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പാർവതിയെയും ആയിഷയെയും മീരയെയും ജെന്നിഫറിനെയും കൂട്ടി നേരെ ഈ ഗോഡൌണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് PKR സാറ് അരവിന്ദന്റെ ഏട്ടനോട് ചോദിക്കുകയാണ്, ആരാടാ ഈ കമ്പനിയുടെ മറവിൽ ഞാൻ അറിയാതെ മയക്കുമരുന്ന് ബിസിനസ് ചെയ്യാൻ നീ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് പറയാണ്, കണ്ടുപിടിച്ചോ നിങ്ങൾ, ഇത്രയും വർഷമായി നിങ്ങളുടെ കമ്പനിയുടെ മറവിൽ ഞങ്ങൾ മയക്കുമരുന്ന് ബിസിനസ് നടത്തി, ഇതുവരെയും നിങ്ങൾ കണ്ടുപിടിച്ചില്ല. ഇപ്പൊ നിങ്ങൾ ഈ നരുന്ത് പെണ്ണ് കാരണം കണ്ടുപിടിച്ചു. എല്ലാത്തിനും കാരണം ഈ പീക്കിരി പെണ്ണാണ്. ഇവളെ ആദ്യം തട്ടിക്കളയാൻ നോക്ക്, എന്നിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ആ ഗുണ്ടകളെ ഏൽപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ഗുണ്ടകൾ എല്ലാവരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും കൈലാസ് അങ്ങ് തടയുകയാണ്. ഗുണ്ട പാർവതിയെ കൈവെക്കാൻ നോക്കിയപ്പോഴത്തേക്കും കൈലാസികനായി പാർവതിയെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പാർവതിയെ അങ്ങ് താങ്ങി പിടിക്കുകയാണ്. എന്നിട്ട് കണ്ണു വെട്ടാതെ പാർവതിയെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ ഗുണ്ടകൾ അടിക്കാനൊക്കെ ഓങ്ങുമ്പോഴും കൈലാസ് പാർവതിയുടെ കണ്ണിൽ നിന്നും കൺവെട്ടാതെ നോക്കിക്കൊണ്ട് ഗുണ്ടകളെ ഒരു കൈ വെച്ച് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ പാർവതി തെങ്ങി അതിശയിച്ചു പോവാണ് കേട്ടോ. ഇയാളെന്താ എന്നെ തന്നെ കൺവെട്ടാതെ നോക്കുന്നത് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ഓരോ ഗുണ്ടകളും അടിക്കാൻ വേണ്ടി വരുമ്പോഴും കൈലാസ് പിറകിൽ കണ്ണുള്ളതുപോലെ എല്ലാവരെയും അടിച്ച് നിലംപരിശമാക്കുന്നുണ്ട്. ആ സമയത്തൊന്നും പാർവതിയെ വിടാതെ നെഞ്ചോട് ചേർത്ത് താങ്ങി പിടിച്ചിട്ടുണ്ടാവും. ചിരിച്ചോണ്ട് പുഞ്ചിരിയോട് കൂടിയിട്ടാണ് പാർവതിയെ കൈലാസ് നോക്കിക്കൊണ്ട് എല്ലാ ഗുണ്ടകളെയും നിലംപരിശമാക്കുന്നത്. ഈ സമയത്ത് PKR സാറും ഒരുപാട് ഗുണ്ടകളെ അടിച്ച് നിലത്തിടുന്നുണ്ട്. അങ്ങനെ കൈലാസ് പാർവതിയെ ആയിഷയുടെയും മീരയുടെയും ജെന്നിഫറിന്റെയും അവിടേക്ക് മാറ്റി നിർത്തിയ ശേഷം ഗുണ്ടകൾക്ക് കണക്കിന് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അരവിന്ദന്റെ ഏട്ടനായ ആ ഗുണ്ടയെ അങ്ങ് പിടിച്ച് ഒരുപാട് അങ്ങ് അടിക്കുകയാണ് PKR സാർ. കൈലാസും കൂടി അങ്ങനെ അയാളെ എന്നെ കസ്റ്റഡിയിലായി എന്ന് കണ്ടതോടുകൂടി മറ്റൊരു ഗുണ്ട ഒരു ബോംബ് പോലെയുള്ള ഒരു പുകമറയുണ്ടാക്കുന്ന ഒരു സാധനം അവരുടെ നടുവിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നിലത്ത് വീണ് അതങ്ങ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവിടെ മൊത്തത്തിൽ ഒരു പുകമയം പോലെ വരികയാണ്. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ അയാൾ അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും അങ്ങ് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. എന്നിട്ട് PKR സാർ പറയാണ്, കൈലാസ് എല്ലാവരും രക്ഷപ്പെട്ടു, നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ കൈലാസ് പറയണ, നമുക്ക് ഇപ്പം തന്നെ പോലീസിനെ അറിയിക്കാം. പോലീസിനെ അറിയിക്കണ്ട, പോലീസിനെ അറിയിച്ച നമ്മുടെ കമ്പനിക്കാണ് ചീത്തപ്പേര് വരിക. എന്നിട്ട് കൈലാസ് പറയണ, നമുക്ക് ആദ്യം ഡാഡി പാർവതിയെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം, അവൾക്ക് അടി കിട്ടിയത് കൊണ്ട് നല്ല ക്ഷീണവും പരുക്കുമുണ്ടാവും, ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്നിട്ട് എല്ലാവരും കൂടി പാർവതിയുമായി ഹോസ്പിറ്റലിലേക്ക് പോവാൻ കേട്ടോ. ഈ സമയം PKR സാറ് മുക്തയ്ക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ മുക്ത ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോണിലൂടെ വിശദമായി പറയാൻ കഴിയില്ല, നേരിട്ട് പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാൻ കേട്ടോ. അപ്പോൾ കരുണാകരൻ ചോദിക്കുകയാണ്, എന്താണ് മേഡം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രഘുവും കൂടെ ഉണ്ടാവട്ടോ. അപ്പോൾ രഘുവിനോട് മുക്ത പറയണേ, രഘു നീ ആദ്യം ജോലിക്കാരുടെ അടുത്ത് പോയി ശ്രദ്ധിക്ക്, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് രഘുവിനെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കുക കേട്ടോ. എന്നിട്ട് മുക്ത കരുണാകരനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. കരുണാകരൻ ചോദിക്കുകയാണ്, എന്തിനാണ് രഘുവിനെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളെ ചീത്ത പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളെ അങ്ങ് ചീത്ത പറഞ്ഞേക്കും. എന്താണ് മേഡം, ഞാൻ അതിന് എന്ത് ചെയ്തു, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങളുടെ മുന്നിൽ ഒരു പേരുണ്ടാക്കിയെടുത്തത്, എന്നിട്ടിപ്പോൾ എല്ലാം നശിച്ചില്ലേ. നമ്മുടെ കമ്പനി വെച്ച് തന്നെ നമ്മുടെ കമ്പനിയുടെ മറവിൽ ആരോ ഒരുത്തൻ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആരോ ഒരുത്തൻ ഒരു മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നുണ്ട്, അതിപ്പോൾ അങ്കിളും കൈലാസും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, അവരുടെ മുന്നിൽ ഞാൻ ആകെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഡ്രൈവറും അതിന് കൂട്ടു നിന്നിട്ടുണ്ട്, എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് ആർക്കറിയാം. നമ്മൾ അറിയാതെ ഇവിടെ ആരോ അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്, അത് ആരാണെങ്കിലും കണ്ടുപിടിക്കണം. നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ആരാണെങ്കിലും അവരെ നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ. ഇതിനൊപ്പം ആരൊക്കെയാണ് അവരുടെ കൂടെ കൂട്ടുനിൽക്കുന്നത് എന്നും കണ്ടുപിടിക്കണം. എങ്കിൽ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നത് ആരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് എനിക്ക് അങ്കിളിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തണം. എന്നിട്ട് ഈ കമ്പനിയുടെ നെടുന്തൂണ് ഞാനാണെന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതിന്റെ ശേഷം വേണം എനിക്ക് പാർവതിയെ ഒന്ന് നേരിട്ട് കാണാൻ എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയണ്, അങ്ങനെ
പറയണം മേഡം, വെറുതെ വിടരുത്. ആ പാർവതിയെ വെറുതെ വിടാൻ പാടില്ല. അവളുടെ വിചാരം അവൾ വലിയൊരു സംഭവമാണെന്നാണ്. ആദ്യം നമ്മുടെ കമ്പനിയെ ചതിച്ച ആ ഡ്രൈവർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന്റെ ശേഷം പിന്നെ ആരൊക്കെയാണ് ഈ മയക്കുമരുന്ന് ബിസിനസ്സിൽ നമ്മുടെ കമ്പനിയെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. മുക്ത പറയണേ, എന്നാ എത്രയും പെട്ടെന്ന് കരുണാകരൻ സാറ് അതിനുള്ള വഴി നോക്ക് എന്നും പറഞ്ഞ് മുക്ത അവിടെ നിന്ന് പോവുക കേട്ടോ. അപ്പോൾ കരുണാകരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ലക്ഷ്യം ആ പാർവതിയാണ്. അവൾ എപ്പോഴും എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അവളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. അവൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചതിന് അവൾക്ക് എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ നരകശിക്ഷയാണ് ഞാൻ അവൾക്ക് വിധിച്ചിട്ടുള്ളത്. അത് എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കണം. പാർവതി കഷ്ടപ്പെടുന്നതും ദുരിതം അനുഭവിക്കുന്നതും കരയുന്നതും എല്ലാം എനിക്ക് കൺനിറയെ കാണണം എന്നൊക്കെയാണ് കേട്ടോ കരുണാകരൻ ആ സമയത്ത് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്. എന്തായാലും ഈ മയക്കുമരുന്ന് ബിസിനസ് നടത്തിയവൻ ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുള്ള വഴി നോക്കണം എന്ന് കരുണാകരൻ മനസ്സിൽ ചിന്തിച്ചിട്ട് അവിടെ നിന്നും പോവാണ്. സമയം അരവിന്ദൻ ഏട്ടൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കല്ല് തുള്ളിയിട്ടാണ് വരുന്നത്. ഏട്ടാ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എന്നിട്ടിപ്പോൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞല്ലോ. ഇവിടെയാണ് ഏട്ടാ നമുക്ക് പതർച്ച പറ്റിയത്. എങ്ങനെയാണ് ആ പെണ്ണിന് ഈ ഗോഡൌണും ഈ ബിസിനസ്സും കണ്ടുപിടിക്കാൻ സാധിച്ചത്? അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അരവിന്ദനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പാർവതിയുടെ തലക്കടിച്ച് ബോധം കെടുത്തി കെട്ടിവെച്ചതായിരുന്നു. അവളെ കൊല്ലാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഫുഡ് ഡെലിവറി ചെയ്യാമെന്ന ആ പെണ്ണിന് എന്തോ ഒരു സംശയമുണ്ടായി. തന്നെ അവളെ അങ്ങ് കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു. അത് ഞങ്ങളുടെ അടുത്ത് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ആ പാർവതി പറഞ്ഞ പെണ്ണിനെ ഞങ്ങൾ കൊന്ന് കടലിൽ തള്ളാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പിന്നെ നമ്മുടെ പയ്യന്മാരെല്ലാവരും കൂടി അവളുമായിട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ആ ഡെലിവറി ചെയ്ത ആ പെണ്ണിന് എന്തോ സംശയമുള്ളത് കൊണ്ട് അവളാണ് എല്ലാം പൊളിച്ചടുക്കിയത്. അവൾ കാരണമാണ് ആ പെണ്ണ് ആ പാർവതി രക്ഷപ്പെട്ടത്. അതിന്റെ ശേഷമാണ് കൈലാസും PKRും കൂടി ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അരവിന്ദൻ പറയണേ, ഇതൊക്കെ പറയാൻ ഏട്ടന് നാണമില്ലേ? എല്ലാം ഏട്ടനായിട്ട് തകർത്തില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എത്ര കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത്? എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത്? ഇത് എന്ന് തുടങ്ങിയ ബിസിനസ് ആയിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ? 10 വർഷത്തോളമായി നമ്മൾ ഒളിച്ചു വെച്ച ഈ ബിസിനസ് ഇതുവരെയും മുക്തയോ കരുണാകരനോ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണ്, ഒരു പീറ പെണ്ണാണ് ഇത് കണ്ടുപിടിച്ചത്. അവൾ കണ്ടുപിടിച്ച ഉടനെ തന്നെ അവളെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? എന്തിനാണ് അവളെ നേരെ കടലിലേക്ക് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ തീരുമാനിച്ചത്? അതുകൊണ്ടല്ലേ ഇതെല്ലാം നശിച്ചത്? അരവിന്ദ്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ബുദ്ധിപൂർവ്വം ഇനി കാര്യങ്ങളൊക്കെ നീക്കണം. പോലീസുകാർ ഇവിടെ എത്തുന്നതിന്റെ മുന്നേ നമ്മുടെ കയ്യിലുള്ള എല്ലാ മയക്കുമരുന്നും എത്തേണ്ട സ്ഥലത്ത് എത്തണം. അതിനുള്ള വഴി ആലോചിക്കുക. അതൊക്കെ ഞാൻ ഏറ്റു ഏട്ടാ. ഏട്ടവനിപ്പോ തൽക്കാലം ആരുടെയും കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും കുറച്ച് ദിവസം മാറി നിൽക്കണം. എന്തിനാടാ നീ എന്നോട് ഓടി ഒളിക്കാൻ പറയുന്നത്? ആർക്കും എന്നെ ഒന്നും തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ പറയരുത്. ഇതുവരെയും ഏട്ടൻ പറഞ്ഞതല്ലേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. ഇക്കാര്യമെങ്കിലും ഞാൻ പറയുന്നത് ഏട്ടൻ അനുസരിക്കണം. ഏട്ടൻ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ ഇതുവരെയും കണ്ണും പൂട്ടി നടന്നിട്ടുള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ ഏട്ടൻ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഏട്ടന്റെ പേര് പുറത്തു വന്നു. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങും. ഏട്ടനെ എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടുപിടിക്കും. എനിക്ക് ഈ ബിസിനസ്സോ ഇതൊന്നുമല്ല എനിക്ക് വലുത്. എനിക്ക് എൻ്റെ ഏട്ടനാണ് വലുത്. അതുകൊണ്ട് ഏട്ടൻ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കണം. എനിക്ക് എൻ്റെ ഏട്ടനാണ് എല്ലാം. എൻ്റെ ഏട്ടനാണ് എൻ്റെ അമ്മയും അച്ഛനും, അങ്ങനെയെല്ലാം. എൻ്റെ ഏട്ടനില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും? ശരി അരവിന്ദ്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാം. പക്ഷേ എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്. അവളെ, ആ പാർവതിയെ വെറുതെ വിടരുത്. അവളെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് നീ ഇനി നോക്കേണ്ടത്. അവൾ കാരണമാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അയാൾ പോകുന്നത്. ഈ സമയം പ്രിയന്റെ വീട്ടിൽ പ്രിയൻ സെൽഫി എടുത്തത് നോക്കിക്കൊണ്ട് അതിലെ ഫോട്ടോ നോക്കിയിരിക്കാൻ കേട്ടോ. അപ്പോൾ പാർവതിയെയാണ് സൂം ചെയ്ത് നോക്കുന്നത്. പാർവതിയോടുള്ള ഇഷ്ടം എങ്ങനെയെങ്കിലും എനിക്ക് തുറന്നു പറയണം എന്നൊക്കെ മനസ്സിൽ സ്വയം ചിന്തിച്ചുകൊണ്ടാണ് പ്രിയൻ പാർവതിയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നത്.